Hello everyone, welcome back to the channel. Plus 2 Mathematics Revision Series ക്ലാസ്സുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇന്നും റിവിഷൻ ടോപ്പിക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. മാർച്ച് 2023 ഹയർ സെക്കൻഡറി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. HSCക്കും അതുപോലെ VHSCക്കും ഒരുപോലെ സഹായമാകുന്ന വീഡിയോസാണ് നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പ്ലസ് 2 മാത്തമാറ്റിക്സ്, അതായത് HSC VHSC മാത്തമാറ്റിക്സ് 2023 ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനാണ് ചെയ്തിരുന്നത്. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഡിറ്റർമിനൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ആ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ ദ പോയിന്റ്സ് A13 B00 യൂസിങ് ഡിറ്റർമിനൻസ്. ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ ദ പോയിന്റ്സ് A13 ആൻഡ് B00. ഈ 2 പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ അല്ലെങ്കിൽ ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. യൂസിങ് ഡിറ്റർമിനൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് വേണം? 3 പോയിന്റ് വേണം അല്ലേ? ഇവിടെ തന്നിരിക്കുന്ന 2 പോയിന്റേ ഉള്ളൂ. നമ്മളപ്പോൾ മൂന്നാമത്തെ പോയിന്റിനെ XY ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ലൈനിലെ 3 പോയിന്റ് A B C, ഇത് 3 പോയിന്റ് ആണെങ്കിൽ ഈ 3 പോയിന്റ് കോലീനിയർ ആവാനുള്ള കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കോലീനിയർ ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു പറഞ്ഞേ? ABC 3 പോയിന്റ് ആണെങ്കിൽ ഈ 3 പോയിന്റ് കോലീനിയർ ആവാനുള്ള കണ്ടീഷൻ എന്താ? ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആയിരിക്കുന്നത്. ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ, അതായത് പോയിന്റിനെ ഡിറ്റർമിനന്റ് ഫോമിൽ നമ്മൾ എഴുതുമ്പോൾ 0 നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് മൂന്നാമത്തെ ഒരു പോയിന്റ് വേണം. അത് C എന്നുള്ള പോയിന്റ് XY എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, CXY എന്നുള്ള പോയിന്റ് ആയിട്ട് എടുക്കാം. മൂന്നാമത്തെ പോയിന്റ് CXY ആണെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ കോലീനിയാരിറ്റിയുടെ കണ്ടീഷൻ എന്താണ്? ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു 0 എന്നാണ് അല്ലേ? ഡിറ്റർമിനന്റ് എങ്ങനെ എഴുതാം? ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് A13 ആണ് അല്ലേ? A1,3. സെക്കൻഡ് പോയിന്റ് 0,0. തേർഡ് പോയിന്റ് നമ്മൾ XY എന്ന് എടുത്തേക്കുന്നത്. ഈ 3 പോയിന്റും നമ്മൾ ഡിറ്റർമിനന്റിനകത്ത് എഴുതണം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് 1,3 അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതണം? 1, 3, പിന്നെ നിങ്ങൾ എന്ത് എഴുതണം? 1 തന്നെ എഴുതുക. അടുത്ത രണ്ടാമത്തെ പോയിന്റ് 0,0 അല്ലേ? അപ്പോൾ 0, 0, അഗെയിൻ 1 തന്നെ എഴുതുക. മൂന്നാമത്തെ പോയിന്റ് XY അല്ലേ? അപ്പോൾ XY 1 ഇങ്ങനെ എഴുതുക. ഈ ഒരു കോളം ഫുള്ള് 1 തന്നെ എഴുതാം. ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഈ ഡിറ്റർമിനന്റ് വാല്യൂ 0 എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഈ ഡിറ്റർമിനന്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3/3 ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യാൻ നമുക്കറിയാം അല്ലേ? റോ 1 ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്ത് അല്ലെങ്കിൽ റോ 2 ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്ത് ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പോൾ റോ 1 ഉപയോഗിച്ചിട്ടാണെങ്കിൽ എപ്പോഴും അത് തന്നെ ഫോളോ ചെയ്യുക. ഇനി പ്രത്യേകിച്ച് നമ്മളോട് ക്വസ്റ്റ്യനിൽ റോ 2 ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ കോളം ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ R1 എന്നുള്ള റോ ഉപയോഗിച്ച് തന്നെ എക്സ്പാൻഡ് ചെയ്ത് ശീലിക്കുക. അപ്പോൾ തെറ്റില്ല. നമുക്കിവിടെ റോ 1 R1 എന്നുള്ള റോ ഉപയോഗിച്ച് തന്നെ എക്സ്പാൻഡ് ചെയ്യാം. ഒരു ഇക്വേഷൻ ഫോമിൽ കിട്ടും. ഓക്കെ, അപ്പോൾ എക്സിലും വൈയിലുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും. അതാണ് നമ്മുടെ റിക്വയർഡ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ 3 പോയിന്റ് കോലീനിയർ ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവിടെ ഡിറ്റർമിനന്റ് വാല്യൂ 0 എന്നുള്ള കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ആ ഡിറ്റർമിനന്റ് ഒന്നുകൂടെ എഴുതാം. 1, 3, 1, 0, 0, 1, then XY 1 ഈക്വൽ ടു 0. എങ്ങനെയാണ് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത്? എക്സ്പാൻഡ് ചെയ്യാൻ ആദ്യം എന്തെടുക്കണം? 1 എന്ന പോയിന്റ് എടുക്കുക. 1 ഉൾപ്പെടുന്ന റോയും കോളവും അവോയ്ഡ് ചെയ്യുക. 1 ഉൾപ്പെടുന്ന റോയും കോളവും കളയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് കളയേണ്ടത്? 1 ഉൾപ്പെടുന്ന റോ ഇത്, 1 ഉൾപ്പെടുന്ന കോളം ഇത്. ഇത് രണ്ടും കളഞ്ഞതിന് ശേഷം വരുന്ന മൈനർ നോക്കുക. 0, 1, Y 1. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനെ 1 ഇൻറ്റു 0 ദെൻ Y ഇൻറ്റു 1 അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എങ്ങനെ വരും? 1 ഇൻറ്റു എന്ത് ചെയ്യണം? 0 ഇൻറ്റു 1 0 മൈനസ് Y ഇൻറ്റു 1 Y ദെൻ മൈനസ്. എപ്പോഴും മൈനസ് ആണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് റോ വെച്ചാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആദ്യത്തും പോസിറ്റീവ്, രണ്ടാമത് എഴുതുന്നത് എപ്പോഴും നെഗറ്റീവ് എഴുതണം, മൂന്നാമത്തെ ടൈം എപ്പോഴും പോസിറ്റീവ് എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് കൊടുത്തു. ഇനി 1 ഉൾപ്പെടുന്ന റോയും കോളവും കഴിഞ്ഞു. അതും അവോയ്ഡ് ചെയ്തിട്ടുള്ള മൈനർ വെച്ചിട്ടുള്ള വാല്യൂ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ 3 ഉൾപ്പെടുന്ന റോയും കോളവും കളയാം. 3 ഉൾപ്പെടുന്ന റോയും കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരും. 3 ഉൾപ്പെടുന്ന റോയും കോളം കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ
ബാക്കി വരുന്ന മൈനർ ഏതാണ്? 0 1 x 1 അല്ലേ? ആ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 3 0 ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു 1 അങ്ങനെയല്ലേ? ഇപ്പോൾ വാല്യൂ എങ്ങനെ വരും? 3 ഇൻറ്റു 3 ഉൾപ്പെടുന്ന റോയും കോളം കളഞ്ഞിട്ട് ബാക്കി വരുന്ന മൈനർ. അപ്പോൾ 0 ഇൻറ്റു 1 0 ദെൻ മൈനസ് എക്സ് ഇൻറ്റു 1 ദാറ്റ് ഈസ് എക്സ്. അടുത്ത ടൈം എപ്പോഴും പ്ലസ് പ്ലസ്. ഇവിടെ വരുന്ന ടൈം എത്രയാണ്? 1. അപ്പോൾ 1 ഇൻറ്റു, ഇനി എന്ത് ചെയ്യണം? 1 ഉൾപ്പെടുന്ന റോയും കോളം കളയുക അല്ലേ? എന്നിട്ട് വരുന്ന മൈനർ നോക്കണം. ഇനി എന്താ? 1 ഇൻറ്റു കാണണം അല്ലേ? 1 ഉൾപ്പെടുന്ന റോയും കോളം അവോയ്ഡ് ചെയ്യുക. 1 ഉൾപ്പെടുന്ന റോയും കോളം എന്ന് പറഞ്ഞാൽ ഇത് വരും, ഇത് 1 ഉൾപ്പെടുന്ന റോ, ഇത് 1 ഉൾപ്പെടുന്ന കോളം. ഇത് രണ്ടും കട്ട് ചെയ്യുക. ബാക്കി വരുന്ന മൈനർ നോക്കുക. ബാക്കി വരുന്ന മൈനർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എങ്ങനെ വരും? 0 ഇൻറ്റു വൈ മൈനസ് എക്സ് ഇൻറ്റു 0 അല്ലേ? വാല്യൂ എഴുതുമ്പോൾ 0 ഇൻറ്റു വൈ 0 ദെൻ മൈനസ് എക്സ് ഇൻറ്റു 0 0 ഈക്വൽ ടു 0. ഇതാണ് ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ. ഓക്കെ, ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ബ്രാക്കറ്റിനകത്ത് 0 മൈനസ് വൈ ദാറ്റ് ഇസ് മൈനസ് വൈ ഇൻറ്റു 1 മൈനസ് വൈ. ദെൻ ഇവിടെ ബ്രാക്കറ്റിനകത്ത് 0 മൈനസ് എക്സ് ദാറ്റ് ഇസ് മൈനസ് എക്സ്. ഇവിടെ പുറത്ത് ഒരു -3 ഉണ്ട്. അപ്പോൾ -3 ഇൻറ്റു മൈനസ് എക്സ് പ്ലസ് 3x. ഇവിടെ 0 മൈനസ് 0 0 0 ഇൻറ്റു 1 0 ഈക്വൽ ടു 0. അപ്പോൾ 3x മൈനസ് വൈ, ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് 3x മൈനസ് വൈ ഈക്വൽ ടു 0 എന്നെഴുതി. ഇതാണ് നമ്മുടെ റിക്വയർഡ് ലൈനിൻ്റെ ഇക്വേഷൻ. ഡിറ്റർമിനൻ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ച് 2 പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ കടന്നു പോകുന്ന ലൈൻ, അല്ലെങ്കിൽ ആ 2 പോയിന്റുകൾ ഉപയോഗിച്ച് വരയ്ക്കാവുന്ന ലൈൻ. നമുക്ക് തന്നിരിക്കുന്ന 2 പോയിന്റും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റുകളായിരിക്കും. 3x മൈനസ് വൈ ഈക്വൽ ടു 0. ഇനി ഈ പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യണയാണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ആ 1 3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. 1 3 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. എക്സിൻ്റെ ടൈമിൽ എക്സിന് പകരം 1 കൊടുത്തു, വൈക്ക് പകരം 3 കൊടുത്തു. അപ്പോൾ 3 ഇൻറ്റു 1 3 മൈനസ് 3 0. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 0 0 എന്നുള്ള പോയിന്റ് കൊടുത്താൽ 0 മൈനസ് 0 0 അതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 പോയിന്റുകൾ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാവുന്ന ലൈൻ്റെ ഒരു ഇക്വേഷനാണ് 3x മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ബൈ യൂസിങ് ഡിറ്റർമിനൻ്റ് ആണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഏരിയ വിൽ ബി 0 എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്കറിയാം. അത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.